നമോ നാരായണായ. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നിലവിളക്കിന് തൊട്ടടുത്ത് ഒരു കിണ്ടിയിൽ ജലം വെക്കാറുണ്ട്. അങ്ങനെ വെച്ച ജലം നിലവിളക്ക് അണച്ച ശേഷം നിങ്ങൾ എന്താണ് ചെയ്യാറ്? ചിലര് അത് മുറ്റത്തേക്ക് ഒഴിച്ചു കളയും, ചിലര് സിങ്കിൽ ഒഴിക്കുന്നതും കണ്ടിട്ടുണ്ട്, ചിലര് വേസ്റ്റ് വെള്ളം പോകുന്ന ഓടയിൽ ഒഴിക്കുന്നതും കണ്ടിട്ടുണ്ട്. എന്നാൽ കിണ്ടിയിലെ വെള്ളം ഇങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്. ആ ഒരു വെള്ളം എന്ന് പറയുന്നത് വളരെ പവിത്രമായിട്ടുള്ള ഒന്നാണ്. കിണ്ടിയിലെ വെള്ളം നിങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഭാഗ്യം നിങ്ങളെ തേടിയെത്തും എന്നാണ് പറയുന്നത്. ജീവിതത്തിലെ സകല ദോഷങ്ങളും ദുഃഖ ദുരിതങ്ങളും അകന്നു നിൽക്കും, ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കിണ്ടിയിലെ ജലം എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുമാണ്. ഞാൻ ഈ പറയുന്ന രീതിയിലാണ് നിങ്ങൾ കിണ്ടിയിലെ വെള്ളം കൈകാര്യം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും സാമ്പത്തിക നേട്ടവും ഒക്കെ ഉണ്ടാവും. അല്ല, തെറ്റായ രീതിയിലാണ് നിങ്ങളത് കൈകാര്യം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് തിരിച്ചടികൾ നേരിടേണ്ടതായിട്ട് വരും, ദുഃഖ ദുരിതങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തിനാണ് നിലവിളക്കിനടുത്ത് ഇങ്ങനെ കിണ്ടിയിൽ ജലം വയ്ക്കുന്നത്? കിണ്ടിയിൽ ജലം വയ്ക്കുന്നതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളെ സമന്വയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വീട്ടിൽ രാവിലെ ആയാലും സന്ധ്യക്കായാലും നിലവിളക്ക് തെളിയിക്കുക എന്ന് പറയുമ്പോൾ അവിടെ പഞ്ചഭൂതങ്ങളുടെ സാന്നിധ്യം കൊണ്ടുവന്ന് പഞ്ചഭൂതങ്ങളുടെ സമന്വയമായി ആ നിലവിളക്ക് തെളിയിക്കൽ എന്ന കർമ്മം മാറാൻ വേണ്ടിയിട്ടാണ് ഒരു കിണ്ടിയിൽ ജലം വയ്ക്കണം എന്ന് പറയുന്നത്. ഇനി കിണ്ടി തന്നെ വേണം എന്ന നിർബന്ധമൊന്നുമില്ല. ഒരു ഓട്ടുപാത്രത്തിൽ നിലവിളക്കിനടുത്തായി ജലം വെച്ചാലും മതിയാകും. ഇങ്ങനെ വയ്ക്കാതെ നിലവിളക്ക് തെളിയിച്ചാൽ അത് പൂർണ്ണമാകുന്നില്ല എന്നാണ് പറയുന്നത്. ഏതൊരു വീട്ടിലും ഉണ്ടാകുന്ന ഒന്നാണ് നിലവിളക്ക്, അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കിണ്ടിയും. നമുക്കറിയാം, നമ്മളൊരു പുതിയ ഗ്രഹത്തിലേക്ക് മാറുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയ ഒരു വീടിന്റെ ഗൃഹപ്രവേശം നടക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന പ്രധാന വസ്തുക്കൾ എന്ന് പറയുന്നത് നിലവിളക്കൊക്കെ ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നിർബന്ധമായിട്ടും വാങ്ങിയിരിക്കേണ്ട ഒരു വസ്തുവാണ് കിണ്ടിയും. ഒട്ടുമിക്ക എല്ലാ വീടുകളിലും ഒരു 90% വീടുകളിലും കിണ്ടി ഉണ്ടാവും. ഇനി ഫ്ലാറ്റുകൾ പോലെയുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകാതിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് കിണ്ടി അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചെറിയ ഒരു ഓട്ടുപാത്രത്തിലെങ്കിലും അല്പം വെള്ളം വയ്ക്കാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾ നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമാകുന്നുള്ളൂ എന്നതൊന്ന് മനസ്സിലാക്കുക. പഞ്ചഭൂതങ്ങളായ ആകാശം, വായു, അഗ്നി, ഭൂമി, ജലം, ഇത് 5ഉം ചേരുന്ന ആ സമന്വയം, സകല ദേവീദേവന്മാരും ഉദ്ഭവിക്കുന്ന ആ സമന്വയ സ്ഥാനമായി നിലവിളക്ക് മാറണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഈ പറഞ്ഞതുപോലെ ജലം വച്ചിരിക്കണം. പണ്ടുള്ള ആൾക്കാർ, പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ജലം വയ്ക്കാതെ വിളക്ക് തെളിയിക്കരുത് എന്നുള്ള കാര്യം. ഇന്നത്തെ കാലത്ത് പലരും പ്രാധാന്യം കൊടുക്കുന്നില്ല. എന്നിരുന്നാലും ഒട്ടുമിക്ക വീടുകളിലും നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഇതുപോലെ ജലം വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. കിണ്ടിയിൽ വെള്ളം വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും കിണ്ടിയിൽ ശുദ്ധജലം വേണം നിറയ്ക്കാനായിട്ട്. നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഏതാണോ ആ വെള്ളം തന്നെയാണ് നമ്മൾ കിണ്ടിയിലും നിറയ്ക്കേണ്ടത്. ചില ആൾക്കാർ ഇത് പുറത്തേക്കൊക്കെ ഒഴിച്ചു കളയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പുറത്തെ ടാപ്പിൽ നിന്നൊക്കെ ആയിരിക്കും കിണ്ടിയിലേക്ക് വെള്ളം എടുക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ കിണറുണ്ടെങ്കിൽ സാധിക്കുമെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് തന്നെ കിണറ്റിൽ നിന്ന് വലിച്ചെടുത്ത വെള്ളം കിണ്ടിയിൽ വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി അല്ല, നിങ്ങൾ കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വെള്ളം അത് എവിടെ നിന്നാണോ വരുന്നത് അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് കിണ്ടിയിലേക്കും വെള്ളം ശേഖരിക്കാവുന്നതാണ്. ഇനി ഇങ്ങനെ ജലം വയ്ക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു തവണ ഉപയോഗിച്ച ജലം പിന്നീട് ഉപയോഗിക്കാനായിട്ട് പാടില്ല. പല വീട്ടമ്മമാരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഒരു തവണ, അതായത് രാവിലത്തെ വെള്ളം അതുപോലെ സന്ധ്യയ്ക്കും വയ്ക്കും.
ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. മഹാ അപരാധമാണത്. വിളക്കിനടുത്ത് നമ്മൾ വെക്കുന്ന ജലം തീർത്ഥമാണ്. ഒരു തവണ അത് ഉപയോഗിച്ചാൽ പിന്നീട് അത് നിർമാല്യമായി. അത് പിന്നീട് ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. ഒരേ ദിവസമാണെങ്കിൽ പോലും പലരും എൻ്റെ അടുത്ത് സംശയമായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ദിവസത്തിൽ 2 തവണയും ജലം മാറ്റേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ രാവിലെ വയ്ക്കുന്ന അതേ ജലം വൈകുന്നേരം വെച്ച് ദിവസത്തിൽ 1 തവണ അത് ക്ലീൻ ചെയ്ത് മാറ്റിയാൽ മതിയോ എന്നുള്ളത്. ഒരിക്കലും പാടില്ല. ഈ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയ ദോഷം തന്നെയാണ്. ഏതൊരു സാധനമായാലും നമ്മൾ ഭഗവാനായിട്ട് സമർപ്പിക്കുന്ന ഒരു സാധനം, ഒരു വസ്തു എന്ന് പറയുന്നത് 1 തവണ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ നിർമാല്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും വളരെയധികം ശ്രദ്ധയോടെ കാണേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കിണ്ടിയിലെ ജലം എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. പലരും ഞാൻ പറഞ്ഞതുപോലെ സിങ്കിലൊക്കെ ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടുള്ളതല്ല. കിണ്ടിയിലെ ജലം ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ, ശുഭകരമായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുടിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. വിളക്ക് അണച്ചതിന് ശേഷം ഈ കിണ്ടിയിലെ വെള്ളം കുടിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള അല്ലെങ്കിൽ ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, തീർത്ഥമാണിത്. ഇത് സേവിച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും നമുക്ക് ഐശ്വര്യമാണ് ലഭിക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലരും കിണ്ടിയിലെ ജലത്തിൽ പൂക്കളും മറ്റുമൊക്കെ ഇടാറുണ്ട്. നല്ലത് തന്നെയാണ്, ഇടുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ആ ജലം തീർത്ഥമായിട്ട് സേവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തുളസിയില അല്ലാതെ മറ്റൊരു വസ്തുക്കളും അതിലേക്ക് ഇടാനായിട്ട് പാടില്ല. ഇനി നിങ്ങൾ കുടിക്കുകയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പൂക്കൾ കൂടെ അതിൽ ഇടാവുന്നതാണ്. കുടിക്കുന്ന ജലം, തീർത്ഥം കുടിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും തുളസി അല്ലാതെ മറ്റൊന്നും ഇടാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇനി അടുത്ത ഒരു കാര്യം, ഈ കിണ്ടിയിലെ ജലം നമുക്ക് അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തുളസി തറയിൽ ഒഴിക്കാം എന്നുള്ളതാണ്. തുളസി തറയിൽ ഈ ഒരു ജലം അർപ്പിക്കുന്നത് വളരെ നല്ലതാണ്, വളരെ ഉത്തമമാണ്. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സന്ധ്യയ്ക്ക് ശേഷവും രാത്രിയിലും ഒന്നും തന്നെ ഒരു കാരണവശാലും തുളസി തറയിൽ ജലം ഒഴിക്കാനായിട്ട് പാടില്ല. നമ്മൾ രാവിലെ നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം നമുക്ക് ആ വെള്ളം അപ്പോൾ തന്നെ തുളസിക്ക് സമർപ്പിക്കാം, നിലവിളക്ക് അണച്ചതിന് ശേഷം. ഇനി സന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിയിച്ച ശേഷം ആ തീർത്ഥം, ആ വെള്ളം നമുക്ക് അപ്പോൾ തന്നെ തുളസിയുടെ ചൂട്ടിൽ ഒഴിക്കാനായിട്ട് സാധിക്കില്ല. സന്ധ്യ കഴിഞ്ഞിരിക്കുമല്ലോ, സന്ധ്യ വിളക്ക് തെളിയിച്ച് അത് അണയ്ക്കുന്ന സമയമാവുമ്പോഴേക്കും സന്ധ്യാസമയം കഴിഞ്ഞിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ഈ ജലം കൊണ്ടുപോയി തുളസിയുടെ ചുവട്ടിൽ ഒഴിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഈ ജലം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ പിറ്റേ ദിവസം രാവിലെയാണ് പിന്നീട് നിലവിളക്ക് തെളിയിക്കുന്നത് അല്ലേ? അതിന് തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ കിണ്ടിയിലെ വെള്ളം തുളസിത്തറയിൽ ഒഴിച്ച് കഴുകി ശുദ്ധിയാക്കി വീണ്ടും വെള്ളം നിറച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യവും നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത്, നിങ്ങളുടെ വീടൊക്കെ വൃത്തിയാക്കിയ ശേഷം ഈ ഒരു കിണ്ടിയിലെ ജലത്തിൽ ഒരല്പം മഞ്ഞൾ കൂടെ ചേർത്ത് ആ ജലം നമ്മുടെ വീടിനുള്ളിലും വീടിന് ചുറ്റുമൊക്കെ തളിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. നമ്മളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയെ പുറന്തള്ളാനും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കാനും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത് വഴി സാധിക്കും. ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് മൂദേവിയെ ഇറക്കി വിടാൻ നല്ലതാണെന്നാണ് പറയുക. നമ്മൾ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ തീർത്ഥം കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ തളിക്കാറില്ലേ? അതുപോലെ തന്നെ അത്ര തന്നെ ഉത്തമമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ കിണ്ടിയിലെ ജലവും. അപ്പോൾ ഈ ഒരു കാര്യവും നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉത്തമമാണ്. ഇനി ഒരു കാരണവശാലും നമ്മുടെ വീട്ടിൽ വേസ്റ്റ് വെള്ളം മറിക്കുന്ന സ്ഥലത്തോ അതുപോലെ തന്നെ ഓടയിലോ ഒന്നും തന്നെ ഈ ഒരു കിണ്ടിയിലെ വെള്ളം നമ്മൾ ഒഴിക്കാനായിട്ട് പാടുള്ളതല്ല. അതൊക്കെ നമുക്ക് വലിയ ദോഷം വിളിച്ചു വരുത്തുന്ന കാര്യങ്ങളാണ്. ഇതിനു പുറമെ നിങ്ങൾക്ക് വീട്ടിലെ ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കുന്നതിലും തെറ്റില്ല. പക്ഷെ ആരും ചവിട്ടാത്തതും വൃത്തിഹീനമല്ലാത്തതുമായിട്ടുള്ള സ്ഥലമായിരിക്കണം. ചിലര് ചെടികളുടെ ചുവടെയായിട്ട് മുട്ടയുടെ തോടും മറ്റും ഇട്ട് അതിൻ്റെ മുകളിലായിട്ട് തീർത്ഥജലം ഒഴിക്കുന്നുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ തീർത്ഥം തളിക്കുന്ന സമയത്ത് ശുദ്ധിയുള്ള സ്ഥലത്ത് മാത്രമേ തളിക്കാനായിട്ട് പാടുള്ളൂ അല്ലേ? അപ്പോൾ ആ ഒരു കാര്യവും നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിണ്ടിയിലെ ജലം ഞാൻ ഈ പറഞ്ഞ രീതിയിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ കിണ്ടി വയ്ക്കുന്ന സമയത്ത് കിണ്ടിയുടെ വാൽ എപ്പോഴും കിഴക്കോട്ടേക്കായിരിക്കണം. വേറെ ഒരു ദിശയിലേക്കും വാല് വരുന്ന രീതിയിൽ കിണ്ടി വയ്ക്കാനായിട്ട് പാടുള്ളതല്ല.
ഇനി വിളക്ക് തൊഴുന്ന സമയത്ത്, വിളക്ക് കാണുന്ന സമയത്ത് നമ്മൾ തൊഴുമ്പോൾ നമ്മുടെ വലത് ഭാഗത്ത് കിണ്ടി വരുന്ന രീതിയിലായിരിക്കണം കിണ്ടി വയ്ക്കേണ്ടത്. ഇടതുഭാഗത്ത് വിളക്കും വലതു ഭാഗത്ത് കിണ്ടിയുമാണ് വരേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.